അടുത്ത ചോദ്യം രണ്ടുപേര് ചോദിച്ചിട്ടുണ്ട്. രണ്ടുപേർക്കും കൂടെ ഉത്തരമാണ്. മത്തായി 12-43 വാക്യത്തിൽ, അല്ലെങ്കിൽ 43 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ, 45 വരെയുള്ള വാക്യങ്ങളിൽ, മാത്യു 12:43-45, നാം അവിടെ കാണുന്നത് ഒരു ദുരാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുന്നു. പിന്നീട് അതിങ്ങനെ നീരുള്ള സ്ഥലമൊക്കെ, എന്ന് വെച്ചാൽ അതിന് താമസിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ അന്വേഷിച്ച് നടക്കുന്നു. ഒന്നും കാണാതെ തിരികെ വന്ന് വീടൊക്കെ അടിച്ചു വാരി ഇട്ടതായിട്ട് കണ്ട് പോയി തന്നെക്കാൾ ബലമേറിയ 7 ദുരാത്മാക്കളെയും കൂട്ടിക്കൊണ്ടുവന്ന് വസിക്കുന്ന ആ കാര്യങ്ങളൊക്കെ കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് എന്നാണ്. അതിന്റെ അർത്ഥം ഒന്നാമത് നാം മനസ്സിലാക്കേണ്ടത്, evil spirits can be excommunicated but not eradicated. ദുരാത്മാക്കളെ പുറത്താക്കാം, അവയെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല. അതിനുള്ള അധികാരം നമുക്കില്ല എന്ന് സാരം. അതും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 2, ദുരാത്മാക്കൾ ഇറങ്ങിപ്പോയാലും വീണ്ടും അത് ഒരു വ്യക്തിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ആ 2 പ്രസക്തമായ കാര്യം മൂന്നാമത്തേതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഈ പോയ ദുരാത്മാവ് എന്തുകൊണ്ട് തിരികെ വന്നു? വീട് വൃത്തിയായി കിടന്നിട്ടും, അല്ലെങ്കിൽ ഈ വീട് വൃത്തിയായി എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം സംശുദ്ധമായിരുന്നു, എന്നിട്ടും എന്തേ ഈ ദുരാത്മാവ് തന്നെക്കാൾ ബലമേറിയവയുമായി വന്ന് പഴയതിനേക്കാൾ ആ വ്യക്തിയെ വഷളാക്കി നശിപ്പിച്ചു? അതിനുള്ള കാരണം ഇത്രയേ ഉള്ളൂ. Passive absence from doing some evil is not what is required, but active participation or active and positive participation in doing what is ought to do. A passive absence from doing evil is not enough. അരുതാത്ത കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ മാത്രം പോരാ. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് അരുതാത്തത് ചെയ്യാതിരിക്കുന്നത് മാത്രമല്ല. നാം ചെയ്യേണ്ടത് പ്രായോഗികമായി, സക്രിയമായി, സകാരാത്മകമായി ചെയ്യുക കൂടെ വേണം. ഇവിടെ എന്താ സംഭവിച്ചത്? നേരത്തെ ഇത് കുടിയിരുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോയി. അതിനെവിടെങ്കിലും കൂടിയിരിക്കണം. വീണ്ടും വന്നു. വേറെ എങ്ങും കിട്ടാഞ്ഞത് കൊണ്ട് പഴയ വീട് ആരെങ്കിലും കൊണ്ടുപോയോ നോക്കാമെന്ന. ഞങ്ങളൊക്കെ വാടകയ്ക്ക് താമസിക്കുന്നവരാ. പല സ്ഥലത്തും ഇങ്ങനെ വീട് വാടകയ്ക്ക് തപ്പി നടക്കും. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ വേണ്ടെന്നും പറഞ്ഞു പോകും. വേറെ എങ്ങും കിട്ടിയില്ലെങ്കിൽ ചിലപ്പം പഴയ സ്ഥലത്തേക്ക് വരും. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന വീടും അങ്ങനെയാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് താമസിച്ച വീട്ടിൽ നിന്ന് മാറേണ്ടി വന്നപ്പോൾ ഏറ്റവും ആദ്യം വന്ന് നോക്കിയ ഓണറുമായിട്ട് സംസാരിച്ച വീടായത്. അല്പം വാടകയുടെ വിഷയത്തിൽ ഒരു 500 രൂപ പോലും അദ്ദേഹം
ഒന്ന് കുറച്ചു തരത്തില്ല എന്ന് പറഞ്ഞു. അതിൽ ഞങ്ങള് എന്നാ പിന്നെ ഇത് വേണ്ട, വേറെ നോക്കാന്ന് പറഞ്ഞ് പോയി. കുറേ നോക്കി, എങ്ങും കിട്ടിയില്ല. ഏതാണ്ട് ഒരു മാസത്തോളം. എന്നാ പിന്നെ ഞങ്ങൾ വിചാരിച്ചു, എന്നാ പഴയ വീട് ആരെങ്കിലും വാടകയ്ക്ക് എടുത്തോ എന്ന് നോക്കാം എന്നും പറഞ്ഞു വന്നപ്പോൾ ഇത് വേറെ ആരും എടുത്തിട്ടില്ല. അപ്പൊ പിന്നെ വീണ്ടും കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് കയറിയതാ വീണ്ടും. ഇതുപോലെ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഈ ദുരാത്മാവ് ഇറങ്ങിപ്പോയി, വേറെ എങ്ങും കയറാൻ പറ്റിയില്ല. എന്നാ പിന്നെ പഴയ വീട് വേറെ ആരെങ്കിലും എടുത്തോ നോക്കാന്ന് വിചാരിച്ചു വന്നപ്പം ആരും എടുത്തിട്ടില്ല. പക്ഷെ റിപ്പയർ ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇട്ടിരിക്കുക, ആരും ഒക്കുപ്പൈ ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ വീട് കാലിയാ, എന്നാലും വൃത്തിയാക്കിയിട്ടേക്കുന്നതുകൊണ്ട് തന്നെ കയറാൻ ഒരു പേടി. അതിന് കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്നത്. അപ്പൊ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ദുരാത്മാവ് ഇറങ്ങിപ്പോയി ഹൃദയത്തെ, ജീവിതത്തെ, മനസ്സിനെ കാലിയാക്കി ഇടുക എന്നത് അഭികാമ്യമല്ല. ഈ വീട്ടിൽ ആരെങ്കിലും ഒരാൾ കയറി താമസിക്കും, പാപം വിട്ടുകളഞ്ഞാൽ, ദുരാത്മാവ് ഇറങ്ങിപ്പോയാൽ, മാനസാന്തരപ്പെട്ടാൽ നമ്മുടെ ജീവിതം ദൈവത്തിന്റെ വാസമുള്ളതായി തീരണം. ദൈവത്തിന്റെ അധിവാസം നമ്മിൽ ഇല്ല എങ്കിൽ, വിശുദ്ധമായ ദൈവം നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന, ദൈവം നമുക്ക് നിയമിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നില്ല എങ്കിൽ ദുരാത്മ പുനരധിവാസം നമ്മിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതാണ് ഇവിടുത്തെ സന്ദേശം. ട്രൂ റിപ്പൻറ്റൻസ് ഓർ ട്രൂ ക്രിസ്ത്യാനിറ്റി is not a passive absence from evil or from sins, but it is an active and a positive indulgence or presence of holiness and work of God. It should be filled with the word and his spirit, or it will be occupied by the enemy, of course. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ഇടയിലും ചില പ്രസംഗകരും ചില ഇൻവെർട്ടർ കോമയിൽ ഇട്ടേക്കണം വർഷിപ്പ് ലീഡേഴ്സ് പറയാറുണ്ട്, empty your mind, മനസ്സിനെ ഒന്ന് കാലിയാക്കിക്ക്, ഒന്ന് കാലിയാക്കിക്ക്. അത് വേദപുസ്തകത്തിന്റെ തത്വമല്ല. മനസ്സിനെ കാലിയാക്കുക, പ്രത്യേക തരത്തിലുള്ള ശ്വാസം വിടുക, ഇതൊന്നും ബൈബിൾ പറയുന്ന സിദ്ധാന്തങ്ങളല്ല. പകരം നാം എല്ലായ്പ്പോഴും ദൈവത്താൽ നിറയപ്പെട്ടവരായിരിക്കണം, ദൈവത്തിന്റെ വചനത്താൽ നിറയപ്പെട്ടവരായിരിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. നമ്മൾ ഉൾനട്ടതായ വചനം എന്ന് യാക്കോബ് അതുകൊണ്ടാണ് പറയുന്നത്. ദൈവത്തിൽ നിന്നും ജനിച്ചവന് പാപം ചെയ്യാൻ കഴിയില്ല. അവൻ ദൈവത്തിൽ നിന്നും ജനിച്ചതിനാൽ ദൈവത്തിന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. 1 യോഹന്നാൻ 3:9. ആ വിത്ത് ദൈവത്തിന്റെ വചനമാണ്. അപ്പോൾ ദൈവത്തിന്റെ അധിവാസമുള്ള ദൈവവചനം കൊണ്ട് ഹൃദയത്തെ നിറച്ചാൽ ഈ പ്രശ്നം തീരും. അല്ലാത്ത പക്ഷം വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ സാത്താൻ എന്തെങ്കിലും കൊടുത്ത് അവന്റെ പണിയിൽ ഏർപ്പെടുത്തും. അതുകൊണ്ടാണല്ലോ പറയുന്നത്, വെറുതെ ഇരിക്കുന്ന അലസമായ മനസ്സ് സാത്താന്റെ
കാര്യശാലയാണെന്ന്. അതാണ് ഇവിടുത്തെ അർത്ഥം. 2 പേര് ഇതേ ചോദ്യം തന്നെ ചോദിച്ചിരുന്നു. അത് വ്യക്തമായി കാണുമായിരിക്കുമല്ലോ. എങ്കിൽ അടുത്തതിലേക്ക് പോകാം.